ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ചായ വെക്കലൊക്കെ കഴിഞ്ഞ് ഇഡ്ഡലിയാണിന്ന്. തലേദിവസത്തെ ഇഡ്ഡലി ഉണ്ടായിരുന്നു. ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് ആവി കൊള്ളിക്കുകയാണ്. അപ്പോൾ അത് ഇഡ്ഡലി പാത്രത്തിലാണ് ആവി കൊള്ളിക്കുന്നത്. അപ്പോൾ അതങ്ങനെ അവിടെ ആകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊരി തന്നിരുന്നു അയൽവാസി, അപ്പോൾ അതും ചായയും കൂട്ടി കഴിക്കുകയാണ്. ഇന്ന് തേങ്ങാച്ചോറ് വെക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഉമ്മ ദാ ഉള്ളി അരിയാണ്. തേങ്ങാച്ചോറ് വെക്കാൻ കാരണം ഉമ്മയുടെ വീട്ടിലത്തോരൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഉമ്മയുടെ വീടും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയുടെ വീടും ഒന്ന് തന്നെയാണ്. കാരണം എൻ്റെ ഉമ്മയുടെ ഏട്ടത്തിയുടെ മോനാണ് എൻ്റെ ഹസ്ബൻഡ്. അത് ചെറുപ്പത്തിലേ അങ്ങനെ പറഞ്ഞു വെച്ചതുകൊണ്ട് അങ്ങനെ പോകുന്നു. അൽഹംദുലില്ലാ, കുഴപ്പങ്ങളൊന്നുമില്ല, റാഹത്താണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാൾക്കാരും ഉമ്മയുടെ വീട് ഒന്നായതുകൊണ്ട് അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ തേങ്ങാച്ചോറും ചിക്കൻ കറിയും വെക്കാമെന്ന് കരുതിക്കാണ്. ഇഡ്ഡലിയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടിണിയും തലേ ദിവസത്തേതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഞാൻ ചായക്കടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞ് കുട്ടി ഉറങ്ങുകയാണ്. രാവിലെ തന്നെ ഭയങ്കര ചൂടാണ്. അപ്പോൾ 2 ഫാനൊക്കെ ഇട്ടിട്ടാണ് കിടത്തുന്നത്. അപ്പോൾ അരി കഴുകിയിട്ട് അതിലേക്ക് ഉലുവ, തേങ്ങ, പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി, അത് കഴിഞ്ഞ് ഉപ്പിട്ടിട്ട് നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഉമ്മയാണ് കേട്ടോ ഒക്കെ ചെയ്യണ്. എനിക്ക് തേങ്ങാച്ചോറ് വെക്കാനൊന്നും അറിയില്ല, ഒക്കെ അമ്മയാണ് ചെയ്യാറ്. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കാട്ടിയപ്പോഴത്തേനും പാത്രം മോറൽ കഴിഞ്ഞു. അങ്ങനെയല്ല, ശരിക്ക് മോറ് തന്നെ വേണം. അപ്പോൾ അപ്പത്തിന് തേങ്ങാച്ചോറായിട്ടുണ്ട്, ചിക്കൻ കറിയായി, ഉച്ച സമയമായി, എല്ലാവരും വന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒന്ന് കിടന്നുറങ്ങി. എന്നിട്ട് എണീച്ചപ്പോഴും ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ചായ ഒന്നും കാച്ചില്ല, ഞങ്ങൾ വെള്ളം കലക്കി എല്ലാവർക്കും കൊടുത്തു. ഉമ്മയുടെ വീട്ടുകാർ മെയിനായിട്ട് വരുന്നത് മാമന് മരം വെട്ടുകാരനാണ്. അപ്പോൾ ഈ കാണുന്ന മരം വെട്ടാനാണ്. കണ്ടില്ലേ, വാളിനൊക്കെ മുറിച്ച് കൂട്ടണ മാമനാണ് കേട്ടോ അത്. ഉമ്മയുടെ 2 ഉമ്മാരെയും ആങ്ങളെയാണ്, ആകെ ഒരു ആങ്ങളേ ഉള്ളൂ. അപ്പോൾ മരം ഇങ്ങനെ ഇടിവെട്ടിയതാണ്, കഴിഞ്ഞ വർഷം വെട്ടിയതാണ്. അപ്പോൾ അത് ഫുള്ള് മുറിക്കാമെന്ന് കരുതി. ഒരു കൊമ്പല്ലാത്ത ബാക്കിയുള്ളതൊക്കെ മുറിച്ചിട്ടുണ്ട്. അതിനി മഴക്കാലം ആകുന്നതിന് മുമ്പ് വെട്ടണത് അപ്പുറത്തെ വീട്ടിൻ്റെ മതിൽമുക്കൂടി ഒന്നും പോവാതിരിക്കാനാണ്. കുട്ടികളൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഈ പോണ ചെറുതാണ് മാമൻ്റെ ഏറ്റവും ചെറുത്. അങ്ങനെ ഓരോന്നായിട്ട് വെട്ടിയിടുകയാണ്. ശരിക്കും മരം വെട്ടുന്ന ആൾക്കാർ, ലോഡ് കയറ്റുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം. ശരിക്കും കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. ഈ കണ്ടത് മാമൻ്റെ പെൺകുട്ടിയാണ് കേട്ടോ. മാമന് ഒരു പെൺകുട്ടി, 2 ആൺകുട്ടിയാണ്. അതിലൊരു ആൺകുട്ടി വന്നിട്ടില്ല. പിന്നെ മുറിച്ചിട്ട മരത്തിൻ്റെ ചെറിയ ചെറിയ കൊമ്പുകളാണ് കേട്ടോ വെട്ടണ. ചെറിയ ചുള്ളലുകളൊക്കെയാണ്. ചുള്ളലുകളെന്ന് പറഞ്ഞാൽ ചെറിയ വിറകുകൾ. പിന്നെ അമ്മമ്മ ചക്ക പൊളിക്കണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയും ചക്ക പൊളിക്കാണ്. മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ട്. അപ്പം മരമുറിക്കലൊക്കെ കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾ അവരെ വീട്ടിലേക്കാക്കി കൊടുക്കാൻ പോവുമായിരുന്നു. അവർ നാളെ തന്നെ ഇങ്ങോട്ടും വരും, ഞങ്ങൾ അങ്ങോട്ടും പോകും. അങ്ങനെയാണ്. രാത്രി ഭയങ്കര മഴയായിരുന്നു. രാത്രി എന്നല്ല, പകലും മഴ ഉണ്ടായിരുന്നു. മരം മുറിച്ചതിന് മുമ്പ് മഴ തന്നെയായിരുന്നു. ഇപ്പോൾ റോട്ടിൽ കൂടിയൊക്കെ നല്ല ഒലിവൊക്കെ ഉണ്ടായിരുന്നു. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല, നല്ല മഴയായിരുന്നു. ഞാൻ വോയിസ് ഓവർ കൊടുത്തത് എത്രത്തോളം ശരിയായിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടായതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.